ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ തേർഡ് ഐനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തേർഡ് ഐ എന്തിനാണ് ഓപ്പൺ ആകുന്നത് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഭൗതികത്തിലെ കാഴ്ചകളൊക്കെ അദൃശ്യമായി കാണാൻ വേണ്ടിയിട്ടാണോ, അതോ സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണോ ഈ തേർഡ് ഐ എന്തിനാണ് ഓപ്പൺ ആകുന്നത് എന്നുള്ളത്. തേർഡ് ഐ ഓപ്പൺ ആകുന്നത് നമ്മൾ ഭൗതികത്തിലെ കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ സൂക്ഷ്മതലത്തിലുള്ള അതർ ഡയമെൻഷനിലെ കാര്യങ്ങൾ അറിയാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ് തേർഡ് ഐ ഓപ്പൺ ആകുന്നത്. അപ്പോൾ സെൽഫ് റിയലൈസേഷനിലേക്ക് നമ്മൾക്ക് എത്താനുള്ള ഒരു പാത്താണ് തേർഡ് ഐ മുഖേന ക്രിയേറ്റ് ആകുന്നത്. തേർഡ് ഐ മുഖേന എങ്ങനെയാണ് ഈ പാത്ത് ക്രിയേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ, തേർഡ് ഐ ഓപ്പൺ ആകുമ്പോൾ ഒരു മാഗ്നറ്റിസം അവിടെ ഇൻക്രീസ് ആകാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു വസ്തു അതായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിസം പവർ ഉണ്ട്. ഇപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിലൊരു മാഗ്നറ്റിക് ഉണ്ട്, അതേപോലെ സണ്ണിൻ്റെ സെൻറ്ററിലുണ്ട്, നക്ഷത്രത്തിൻ്റെ സെൻറ്ററിലുണ്ട്, അതേപോലെ യൂണിവേഴ്സിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചുഴി പോലെ ഒരു പവറാണ്, അതായത് മാഗ്നറ്റിസം പവർ. അതൊരു വേവ്സ് പോലെ അതിന് സഞ്ചരിക്കാൻ പറ്റും. ആ മാഗ്നറ്റിസം പവറിന് മാത്രമാണ് ഒരു വേവ്സായി സഞ്ചരിച്ച് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സയൻസ് ഇന്നും മെറ്റാഫിസിക്സിൻ്റെ ആ ഒരു ഇതിൽ അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് വേൾഡിലേക്ക് കുറച്ച് എത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് അതിന് കടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ മൈൻഡിന് ഇതിലേക്കും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിലേക്കും കടന്ന് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കോൺഷ്യസ്നെസ്സിലേക്കും എത്താൻ സാധിക്കും. അത് ഈ മാഗ്നറ്റിസം പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. അതിനുള്ള ഒരു പാത്താണ്, അത് ഒരു വേവ്സ് പോലെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഇതൊക്കെ കടക്കാൻ പറ്റും ഇതിന്. അപ്പം അതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ആ തേർഡ് ഐ ഓപ്പൺ ആവുള്ളൂ. ഫോക്കസിങ് ആവശ്യമാണ്. ഫോക്കസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓം എന്നുള്ള ഒരു വൈബ്രേഷൻ ഉപയോഗിച്ച്, മന്ത്രം ഉപയോഗിച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്താലും ആ മാഗ്നറ്റിസം പവർ ഇൻക്രീസ് ആവും. ഇല്ല, സ്വയം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ ഫോക്കസ് ചെയ്തിരുന്നാലും മതി, ആ തേർഡ് ഐ ഓപ്പൺ ആവും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ. അത് കുറേ ദിവസം കൊണ്ട് ക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അത്. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക്സ് പവർ ഇൻക്രീസ് ആകുന്നതോടനുസരിച്ച് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. അവിടെ ഒരു ഫ്യൂസ് വർക്കാകും. അത് ഒരു കാന്തിക ശക്തിയായിട്ട് ഇങ്ങനെ ഇലക്ട്രോൺ ഫീൽഡിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇലക്ട്രോൺ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് തലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത് നമ്മളല്ല പ്രവേശിക്കുന്നത്, നമ്മുടെ മൈൻഡല്ല പ്രവേശിക്കുന്നത്, ഈ മാഗ്നറ്റിസമാണ്. മാഗ്നറ്റിൻ്റെ ആ വേവ്സ് അലകളാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ വേവ്സ് നമ്മളിലും കണക്ഷൻ ഉണ്ട്, അതിലേക്കും കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ പ്രവേശിക്കുമ്പോൾ അതാണ് ആ ബ്രഹ്മലോകം എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മളൊരു എനർജി മാത്രമല്ല എന്നുള്ളത് കോൺഷ്യസ്നെസ് കൂടിയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങും അതിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പം അതങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രോട്ടോൺ ലെവലിലേക്ക് എത്താൻ തുടങ്ങും. സാധാരണ പ്രോട്ടോണിൻ്റെ ആ ഒരു ഫീൽഡ് പുറത്തേക്കുള്ള ഒരു കണക്ഷനും ഇല്ല. നമ്മളുടെ ഈ മാഗ്നറ്റിസം അങ്ങോട്ടേക്ക് എത്തി അതിൽ നിന്ന് മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ. ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളിലേക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫീൽഡ് എനർജി. അപ്പോൾ പ്രോട്ടോണിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിൻ്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കും. ഇലക്ട്രോൺ അതിൻ്റെ സമൃദ്ധമായി ഇലക്ട്രോൺസുകൾ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ ഫ്രഷ്നെസ്, എനർജി എല്ലാം നമ്മൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും. മനസ്സ് നമ്മളിപ്പോൾ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മൈൻഡ് മാഗ്നറ്റിസത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരും. നമ്മുടെ മൈൻഡിൻ്റെ പുറത്തേക്ക് നമ്മുടെ മാഗ്നറ്റിസം ഫീൽഡ് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ മൈൻഡ് കാം ആവാൻ തുടങ്ങും, കാം സ്റ്റേജിലേക്ക് എത്താൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു മുക്തി, ശാന്തത, സംതൃപ്തി ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റീബർത്ത് ഇല്ല, മുക്തി എന്നൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ കോൺഷ്യസ്നെസ് ഇനിയും അതിൻ്റെ അടുത്ത തലത്തിലേക്ക് ഇങ്ങനെ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടം വരെ എത്തുന്നവർക്ക് അടുത്ത ഒരു കോൺഷ്യസ് ലെവലിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ന്യൂട്രോൺ ലെവലിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്.
ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ അത് പ്യുവർ കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ അത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ആ എനർജി ഫീൽഡിൻ്റെ മൊത്തം കൺട്രോളും അതിലേക്ക് വരും. പിന്നെ അതിൽ നിന്നാണ് അത് പ്രവർത്തിക്കുക. അപ്പോൾ ഫുള്ള് എല്ലാത്തിൻ്റെയും നിയന്ത്രണം അതിലേക്ക് എത്തും. എനർജി സിസ്റ്റം, ശരീരത്തിൻ്റെ എനർജി സിസ്റ്റം തന്നെ ഫുൾ ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ എല്ലാ ആറ്റത്തിൻ്റെയും എനർജി, നമ്മുടെ ശരീരത്തിലെ എല്ലാ ആറ്റത്തിൻ്റെയും ഒരു എനർജി ഫീൽഡ്, ഫുൾ കോർ എനർജി, നമ്മുടെ ആ ഒരു മാഗ്നറ്റിസം ഇൻക്രീസ് ആവുന്നതോട് കൂടിയിട്ട്, നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കണക്റ്റഡ് ആവും, തേർഡ് ഐയിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോൺസിനെ പഞ്ചഭൂതങ്ങളായിട്ട്, ആ മാഗ്നറ്റിസം പിന്നെ പഞ്ചഭൂതങ്ങളായിട്ട് ശരീരത്തിലേക്ക് കൺവേർട്ടാക്കി തുടങ്ങിക്കോളും. വീണ്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത കോൺഷ്യസിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇതുവരെ എത്തുക എന്നുള്ളത് തന്നെ ഒരുപാട് ഫോക്കസ് നമുക്ക് ആവശ്യമാണ്. ഇതുവരെ എത്താൻ തന്നെ നമുക്ക് മൈൻഡിൻ്റെ ആ ഒരു സെൽഫ് തോട്ട് ഇല്ലാതെയാക്കി കോൺസെൻട്രേഷനോടുകൂടി ധാരണയോടുകൂടി ഇരുന്നാൽ മാത്രമാണ് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ, സമാധി സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ എത്തുമ്പോഴാണ് മോക്ഷം എന്നൊരു നില നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അതുവരെ നമ്മുടെ മൈൻഡിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ടെൻഷൻ, ഫീലിംഗ് ബ്ലോക്ക് എല്ലാം തന്നെ അപ്രത്യക്ഷമാവാൻ തുടങ്ങും. ഫുള്ളി ഡിറ്റാച്ച്ഡ് ലവ് ആവും. സെൽഫ് റിയലൈസേഷൻ വരും. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ കോൺഷ്യസ്നെസ് ആണ്, കോൺസ്റ്റൻറ്റ് എനർജിയാണ്. അപ്പോൾ ഫോക്കസ് ആകാൻ തുടങ്ങും, മൈൻഡ് ഫോക്കസ് ആകാൻ തുടങ്ങും. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നമ്മൾ സ്പേസ് കാണും, പക്ഷെ അതല്ല യഥാർത്ഥ സ്പേസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രോൺ സ്റ്റേജിൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥ സ്പേസ് നമ്മൾ അറിയാൻ തുടങ്ങുക. അത് ബിയോണ്ട് ടൈമാണ് ആ സ്പേസ്. അതും ഒരു കോൺഷ്യസ്നെസ് സ്റ്റേജാണ്, പക്ഷേ അത് പ്യുവർ കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് പവർഫുൾ സ്റ്റേജാണ്. അവിടെയാണ് നമുക്ക് സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുക. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നെസ്, മുരുക കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് നമുക്ക് അതിലൂടെ എത്താൻ, അവിടെ എത്തുമ്പോൾ തന്നെ ഒരു കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തി. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മാഗ്നറ്റിസം വൈബ്രേഷൻ ചെയ്യുന്ന ആ ഒരു റെസൊണൻസിലുള്ള എല്ലാത്തിലേക്കും നമ്മുടെ മൈൻഡ് കണക്റ്റഡ് ആവാൻ തുടങ്ങും. അതായത് എർത്തിൻ്റെ സെൻറ്ററിലുണ്ട് ഈ മാഗ്നറ്റിസം, സൂര്യൻ്റെ, യൂണിവേഴ്സിൻ്റെ, അങ്ങനെ കണക്റ്റഡായി യൂണിവേഴ്സിൻ്റെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിലേക്ക് നമ്മുടെ മൈൻഡ് കണക്റ്റഡ് ആവാൻ തുടങ്ങും. മാഗ്നറ്റിസത്തിലേക്ക് പതുക്കെ കണക്റ്റഡ് ആവാൻ തുടങ്ങും. ഇൻ്റലക്ച്വൽ കോൺഷ്യസ്നെസ്, മുരുക കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിലേക്ക് കണക്റ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ അതിലേക്ക് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിൽ ഉള്ള ഒരു എനർജി, അത് പൂർണ്ണ ജ്ഞാനം എന്ന് പറയാം. അതിലേക്ക് കണക്റ്റഡ് ആവാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് ഭൗതികത്തിലല്ലാത്ത പല അറിവുകളും നമ്മളിലേക്ക് എത്തിത്തുടങ്ങും. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു മുക്തി സെൽഫിന് അടുത്ത ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങും സെൽഫ് പതുക്കെ. എന്നാലും അതിന് യാത്രയുണ്ട്, ടൈമുണ്ട്. ആ ടൈമിലൂടെ നമ്മൾ സഞ്ചരിച്ച് അത് പൂർണ്ണമാകുമ്പോഴാണ് സെൽഫ് നമ്മൾ അതായിട്ട് ഇടപഴകി അതായി തീരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ നടന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടുത്തൊരു കോൺഷ്യസ്നെസ്സിലേക്ക് സെൽഫ് അപ്ഗ്രേഡ് ആവില്ല. അതായി തീർന്ന് അതുമായിട്ട് ഇടപഴകി അതായി തീർന്ന് കഴിയുമ്പോഴാണ് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അനിമൽ കോൺഷ്യസ്നെസ്സിന് കാണാൻ പറ്റും, നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യ കോൺഷ്യസ്നെസ് ബോധം ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും അനിമൽസിന് നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് കടന്നു വരാൻ പറ്റില്ല, മനുഷ്യനായി ജനിക്കാൻ പറ്റില്ല. അതായിട്ട് ഇടപഴകി അതായി തീർന്നാൽ മാത്രമേ മനുഷ്യബോധത്തിലേക്ക് അതിന് വരാൻ പറ്റുള്ളൂ, മനുഷ്യനായി ജനിക്കാൻ പറ്റുള്ളൂ. അപ്പം അതേപോലെ നമ്മൾ ആ സെൽഫ് റിയലൈസേഷൻ ചെയ്ത് സെൽഫായി തീർന്ന് അതുമായിട്ട് ഇടപഴകി അതായി തീർന്ന് കഴിയുമ്പോൾ മാത്രമേ അടുത്ത ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അതിന് മുകളിൽ കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തേർഡ് ഐ ഓപ്പൺ ആകുന്നത്. അല്ലാതെ ഭൗതികത്തിലെ കാഴ്ചകൾ കാണാനോ നമുക്ക് പല അദൃശ്യമായ എന്താ പറയുക
അഷ്ടമാസിദ്ധികൾ നേടാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ തേർഡ് ഐ ഓപ്പൺ ആകുന്നത്. അഷ്ടമാസിദ്ധികളൊക്കെ അതിലൂടെ പോയി കഴിഞ്ഞാൽ എനർജി ഫീൽഡിലേക്ക് മൈൻഡ് കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അഷ്ടമാസിദ്ധികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെൽഫിൻ്റെ അടുത്ത കോൺഷ്യസ്നെസ്സിലേക്ക് അവയർനെസ് കിട്ടില്ല, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല സെൽഫിന്. അതുകൊണ്ട് അതിലേക്കൊന്നും പോവാതെ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ സെൽഫ് റിയലൈസേഷനാണ് നമുക്ക് ആവശ്യമെന്ന് മനസ്സിലുറച്ചുകൊണ്ട് അതിലൂടെ സഞ്ചരിക്കുക. തേർഡ് ഐ ഉപയോഗിച്ച് അനാവശ്യമായി അത് മിസ്യൂസ് ചെയ്യാതെ നമ്മുടെ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ അപ്ഗ്രേഡിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ തേർഡ് ഐ ഉപയോഗിച്ച് നമുക്ക് ഭൗതികത്തിലേക്ക് പല കാര്യങ്ങളും അറിയാനും അത് ആക്ടിവേഷൻ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോടെ അത് സ്റ്റോപ്പാവും. അടുത്ത പരിണാമം ഇല്ല അവിടെ. പിന്നീട് നമ്മൾ ജന്മങ്ങളെടുത്ത് അടുത്തൊരു കോൺഷ്യസ്നെസ്സിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു തേർഡ് ഐ ഓപ്പൺ ആകുന്നത് വളരെ ശ്രദ്ധയോടെ, ഇതൊരു മാഗ്നറ്റിസമാണ്, അതൊരു വേവായിട്ട് സഞ്ചരിക്കുന്നുണ്ട്, സഞ്ചരിച്ച് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് ലെവലിലേക്ക് കടക്കുന്നുണ്ട്. ഓരോന്ന് കടക്കുമ്പോഴും നമുക്കത് മനസ്സിലാവാൻ പറ്റും. നമ്മുടെ മൈൻഡിൻ്റെ സ്റ്റേറ്റ് മാറാൻ തുടങ്ങും. നമുക്ക് കൂടുതൽ കരുണയും സ്നേഹവും നമ്മുടെ ഉള്ളിൽ ഉണരാൻ തുടങ്ങും. അത് ഇവിടെ അതിലൂടെ സഞ്ചരിച്ച് ആ സെൽഫ് അതിനെ എടുക്കുമ്പോൾ മാത്രമാണ് അടുത്ത ലെവലിലേക്ക് അതിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കരുണയും ആ സ്നേഹവും ഇവിടെ കാണിക്കേണ്ടതുണ്ട്. ഡിറ്റാച്ച്ഡ് ലവ് ഇവിടെ കാണിക്കേണ്ടതുണ്ട്.